ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തന്നെ നല്ലൊരു മഴയുള്ള ദിവസത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. ഇവിടെ ഇങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാണോ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാ നമ്മളെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേങ്കിലില്ല, മഴ പെയ്യുന്ന സമയത്ത് തുള്ളിക്കൊരുവിടം എന്ന രീതിയിലാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ശക്തിയായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അങ്ങനത്തെ ഒരു മഴ പെയ്യും, ഇടയ്ക്ക് നിൽക്കും, പിന്നെ മഴ പെയ്യും, പിന്നെ നിൽക്കും, അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ചില സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെ മഴ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയട്ടാ. അപ്പോൾ ദാ ഞാൻ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. തലേന്ന് തന്നെ അരിയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ദാ അരി ഇറക്കാൻ വേണ്ടി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുട്ടിക്ക് സ്കൂളിലൊരു ദിവസമാണ് കേട്ടോ. പക്ഷേങ്കിൽ മിന്നുവിന് ക്ലാസ് ഇല്ല, ഒരു ലീവില്ലേനാ, വിദ്യാഭ്യാസ ബന്ദ്. ആ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേഹക്ക് സ്കൂളിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ പുരട്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ഒന്ന് ചുട്ടെടുക്കല. പിന്നെ ഇതിന് കൂട്ടാൻ വേണ്ടിയിട്ട് സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടേനും. അപ്പോൾ ഇതാ സാമ്പാറിനുള്ളത് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഞാനില്ലേ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നതും അതിൻ്റെ മാവ് റെഡിയാക്കുന്നതൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. അങ്ങനത്തെ ഒന്നാമത്തെ തട്ടിലുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആറി വരട്ടെ, അപ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കല. പിന്നെ ഇല്ലേ, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പാൽ കപ്പയും ബീഫും റെഡിയാക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സാമ്പാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഇഡ്ഡലി ഇല്ലേ, അത് നല്ലോണം ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ. നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ ചട്നി എന്നുള്ളത്. പക്ഷേങ്കിൽ ഇന്ന് ചട്നി ഒന്നും റെഡിയാക്കുന്നില്ല, സാമ്പാർ മാത്രമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയായിട്ട് നെഹൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ് കേട്ടോ. ലഞ്ചിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സ്നാക്സിലേക്ക് ക്യാരറ്റ്, പിന്നെന്തേനും ഈത്തപ്പഴമില്ലേ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമില്ലേ, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഓള് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ചായയും ഇഡ്ഡലിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കലാണ് കേട്ടോ. ചില സമയങ്ങളിൽ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ ചായ കുടിക്കൽ. പക്ഷേങ്കിൽ ഇന്ന് ചൂടോടെ തന്നെ സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കലാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാവിലെ തന്നെയുള്ള കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. രാവിലെ തന്നെയുള്ള ആ ഒരു കിച്ചണും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാ വീഡിയോയിലും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കാണിച്ചിട്ട്. പിന്നെ ഇതാ മിന്നുവിന് സ്കൂളില്ലാത്തതുകൊണ്ട് സിറ്റ് ഔട്ടൊക്കെ ഓളാന്നിട്ട് അടിച്ചു വാരി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉള്ളിലേക്ക് വന്നിട്ട് അടിച്ചു വാരലും ഒതുക്കി പെറുക്കി വെക്കലും കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയത്തില്ലേ മടി അതിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് കേട്ടോ ഉണ്ടാവാൻ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അനക്കായിരിക്കും ഒരു പടി മുന്നിലുണ്ടാവാൻ. ഈ മടി എന്ന് പറയുന്ന സംഭവമില്ലേ, നമ്മൾ എന്താ പറയുക, നമ്മളെന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിനേ പറ്റുള്ളൂ. ഒരു വീട്ടിലുണ്ടാവുന്ന പണികൾ എല്ലാ ദിവസവും ഏറെക്കുറെ ഒരേപോലെ ആയിരിക്കുമല്ലേ ഉണ്ടാവാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അടിച്ചു വാരണം, തുണികൾ അലക്കണം, തുണികൾ മടക്കി വെക്കണം, കുട്ടികളെ പറഞ്ഞയക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിലാണല്ലേ ഉണ്ടാവാൻ. പക്ഷേങ്കിലല്ലേ ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ഓർത്ത് വെക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അത് ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കും. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈമർ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളെ പണികൾ എന്തായാലും തീർത്തിരിക്കണം. എന്താണോ തീരുന്നത് അത് ചെയ്താൽ മതി. പക്ഷേങ്കിൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടി പോകാൻ പാടില്ല. പിന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പണിയില്ലേ, അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ പണികൾ എളുപ്പത്തിൽ തീരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ.
അല്ലാണ്ട് ഈ മടി വന്ന് കയറിക്കഴിഞ്ഞാലില്ലേ, രാവിലെ കഴുകാനുള്ള പാത്രങ്ങൾ രാത്രി ആയി കഴിഞ്ഞാലും സിങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് കേട്ടോ ഇത്. ഫോണിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് എത്രയാണോ സൗകര്യമുള്ളത് അത് ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർഡറിൽ അങ്ങനെ ചെയ്ത് ടൈം ലാപ്സ് എന്ന പോലെ ചെയ്ത് തീർക്കലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാറുള്ളത്. ആദ്യം ഭയങ്കര മടിച്ചായിരുന്നു കേട്ടോ ഞാൻ. ഇപ്പോഴും പെർഫെക്റ്റ് ഒന്നുമില്ല, എന്നാലും ഇപ്പം കണ്ടുപിടിച്ച ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ അടിപൊളിയാണെന്നറിയാം, എന്നാലും എന്നെപ്പോലെ ഏതെങ്കിലും ഒരു മടിച്ചുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. അങ്ങനെ ഇതാ എൻ്റെ അടിച്ചു വാരലും ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം സിറ്റ് ഔട്ടിലിരുന്ന് മഴ കണ്ടുകൊണ്ട് ബുക്ക് വായിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട പണിയില്ലേനു. പകരം പാൽക്കപ്പയും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ നന്നായിട്ട് കഴുകിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. വലിയൊരു വശമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഇത്. പക്ഷേങ്കിൽ തിന്നാൻ പൂതിയായി കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കി തരാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണമല്ലോ. അപ്പോൾ ഇതാ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു കിഴങ്ങൊക്കെ, നമ്മളിവിടെ കിഴങ്ങെന്നാണ് കേട്ടോ പറയുക, കപ്പ എന്നൊന്നും ആരും പറയില്ല. പാൽക്കപ്പ എന്നാണ് പേര്, പക്ഷേ നമ്മളിതിനെ കിഴങ്ങ് എന്നാണ് പറയുക. അങ്ങനെ ഇതാ കിഴങ്ങൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ. ആദ്യം നല്ലോണം കഴുകിയതിനും, പക്ഷേങ്കിൽ എത്ര കഴുകി കഴിഞ്ഞാലും അതിൽ ആ ഒരു മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഇതാ കപ്പ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ. അപ്പോഴേക്ക് കപ്പ മുറിച്ചിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിലങ്ങനെ മണ്ണും പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ. എന്നാൽ മാത്രമല്ലേ ബാക്കിയുള്ള വീഡിയോസിലെല്ലാം നല്ല ഭംഗിയായിട്ട് കാണുള്ളൂ. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കപ്പയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഉമ്മയും ഉമ്മാമയും എല്ലാം ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു കപ്പ റെഡിയാക്കുന്നത്. ഫസ്റ്റ് തന്നെ കപ്പയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം കേട്ടോ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിന് പകരമായിട്ടില്ലേ നിങ്ങളതിൽ കാന്താരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ടോ, അടിപൊളിയായിരിക്കും ഉണ്ടാവാൻ. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കാന്താരി ഇല്ല, അതുകൊണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അമ്മിക്കല്ലിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചതച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുക. പക്ഷേങ്കിൽ ഞാനിവിടെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കപ്പയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അമ്മിക്കല്ലിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമ്മളെ കപ്പ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമില്ലേ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അത് വേഗം തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിഴങ്ങിലുള്ള ആ ഒരു സ്റ്റാർച്ചില്ല ആ ഒരു പശപ്പശപ്പ് മാറിക്കിട്ടാനും, അതേപോലെ തന്നെ അതിലെന്തെങ്കിലും വിഷാംശങ്ങളോ അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും, ചവർപ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റിക്കളയുന്നത്. ഇനിയിപ്പോൾ ഇതാ അത് വേഗം തന്നെ കുക്കറിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതിൻ്റെ മിക്സില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൂടുവെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ പച്ചവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. നമ്മളെ കിഴങ്ങില്ലേ അത് മരവിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ അതെല്ലാം ചേർത്തിട്ട് ഗ്യാസിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബീഫ് എല്ലും നെയ്യും ഒക്കെ ചേർന്നിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5-8 വിസിൽ കേൾക്കുന്നത് വരെ ഈ ഒരു ബീഫ് കുക്ക് ചെയ്തെടുക്കണം. ബീഫൊക്കെ ഓരോരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് ബീഫൊക്കെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതും കൂടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഇതാ നമ്മളെ കിഴങ്ങില്ലേ അത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ റെഡിയാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിഴങ്ങ് ഓൾറെഡി ചൂടായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് വേഗം തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ഞാൻ കുടിക്കാനുള്ള വെള്ളം കെറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പാത്രത്തിലാക്കിയിട്ട് അതും ഒരു ഭാഗത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ആ പണികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുക്കിങ്ങിനെല്ലാം ഉപയോഗിക്കാൻ. അങ്ങനെ ആകുമ്പോൾ കഴുകാനും കുറച്ചല്ലേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതാ ഉള്ള പാത്രങ്ങൾ ആ ഒരു സമയം തന്നെ വേഗം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ബീഫും അതേപോലെ തന്നെ കിഴങ്ങും ഒക്കെ റെഡിയായി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ വേഗം തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പാത്രം കഴുകലെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു ഭാഗത്തുനിന്ന് ബീഫ് റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇതാ ബീഫിനും കിഴങ്ങിനും ഒക്കെ ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയുള്ളി വലിയുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി നേരത്തെ തൊലി കളഞ്ഞെടുത്തിട്ടില്ലേനാ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടേനും. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. കിഴങ്ങിനും ആവശ്യമുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ബീഫില്ലേ അതിനും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മളില്ലേ കിച്ചണിലെ കുക്കിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന സമയത്തില്ലേ പ്ലാൻ ചെയ്തങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ വേഗം തന്നെ പണി തീരുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കേങ്ങാവുന്ന സമയം കൊണ്ട് ബീഫിൻ്റെ പണിയെടുത്ത് അതേപോലെ തന്നെ ബീഫ് റെഡി ആകുമ്പോൾ തന്നെ പാത്രങ്ങളുള്ളതൊക്കെ കഴുകി വെക്കാനുണ്ടെങ്കിലും അതൊക്കെ കഴുകി വെക്കുമ്പോഴത്തേക്ക് അടുത്ത പണി അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പണികൾ കിച്ചണിൽ ഒരുപാട് നേരം അങ്ങനെ നിൽക്കാണ്ട് വേഗം തന്നെ കഴിയുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ അല്ലാണ്ട് കേങ്ങായിട്ട് അടുത്ത ബീഫിന് ഉണ്ടാക്കുക അത് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ ഒരുപാട് നേരം കിച്ചണിൽ അങ്ങനെ ഉരുണ്ട് കളിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വേഗം തന്നെ ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ളിയും വെളിയുള്ളിയും ഒക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കപ്പ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്മാഷറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒരുപാട് ഉടയണ്ട, എന്നാലും ചെറിയ രീതിയിൽ അങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് നിറയെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ കട്ടിപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ലൂസായി പോകുമോ എന്നുള്ള ബേജാറൊന്നും വേണ്ട കേട്ടോ. ഞാനും അങ്ങനെ ആദ്യം പേടിച്ചു പോയിട്ടുണ്ടേനു, ഇത് ലൂസായി പോയോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതൊന്ന് ടൈറ്റായിട്ട് തിക്കായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് തിളക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മളെ ബീഫില്ലേ അതും അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ കിഴങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ അതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളെ കപ്പയില്ലേ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു കപ്പയില്ലേ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫിനുള്ള ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയുള്ളിയും വലിയുള്ളിയും ഒക്കെ ഇല്ലേ കട്ടാക്കിയത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറായിട്ടൊന്നും വാടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയില്ലേ
അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം കുറുകിക്കഴിഞ്ഞാൽ അതും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചൂടോടെ തന്നെ നമ്മൾ ആ ഒരു കപ്പയില്ലേ, പാൽക്കപ്പ, അത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല വാഴ ഇലയിൽ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള പാൽക്കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ അതിലേക്ക് ബീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ചൂടോടെ ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്, അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നല്ല പാൽക്കപ്പയും അതും നമ്മളെ വാഴയിലല്ലേ അതിലേക്ക് ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചോക്ക്, സൂപ്പർ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമെല്ലാം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ തന്നെ എനേബിൾ ചെയ്യുക. എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.